എൻ്റെ വിഘ്നേശ്വര, എല്ലാ ദിവസത്തെയും പോലെ ഇന്നും നല്ല കച്ചവടമായിരിക്കണേ. ചായക്ക് നല്ല സെയിൽ ഉണ്ടായിരിക്കണേ. ഈ ചായക്ക് ഡിമാൻഡ് കൂടി എൻ്റെ ചായക്കട എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണേ എൻ്റെ ഗണപതി, എൻ്റെ വിഘ്നേ. എടാ, ഈ കാർക്കിച്ചുള്ള തുപ്പ് എൻ്റെ മുഖത്തുള്ള എനിക്കറിയാം. പിന്നെ നീ എന്നെ കാണുമ്പോൾ ഈർക്കിലിട്ട് പല്ലിനുള്ള കുത്തുണ്ടല്ലോ, അതെനിക്കിട്ടുള്ള കുത്താന്ന് എനിക്കറിയാം. നിനക്കൊന്നും ഒരു പണിയില്ല. ആധാര എഴുത്ത് ഓഫീസിൽ നല്ല അടിപൊളി ജോലി ഉണ്ടായിരുന്ന ഞാനാ ഈ ചായക്കടയിൽ ഞാൻ വന്ന് നിൽക്കുന്നത്. അതെ, നിന്നോട് ആരെങ്കിലും പറഞ്ഞു ഇവിടെ നിൽക്കാനായിട്ട്? ഇയാക്കടെ പെങ്ങളെ കെട്ടി എന്നുള്ളൊരു കുറ്റം മാത്രം ഞാൻ ചെയ്തോളൂ. അതെ, ആ സ്ത്രീധനം നേരെ ഞാൻ പോയിക്കോളാം. എടാ, നാണമില്ല സ്ത്രീധനം ചോദിച്ചു നടക്കുന്നത്. ആണുങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ അധ്വാനിച്ച് ജീവിക്കാൻ നോക്കണം. എന്നെ ഏൽപ്പിച്ച പണിയൊക്കെ ഞാൻ മണി പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ചിരിച്ചാൽ മാത്രം മതി. എടാ, നീ ഇവിടെ ഇന്നലെ വന്ന ശശിയുടെ പറ്റുന്ന എഴുതി വെച്ചിരിക്കുന്നത് വടക്കേതിൽ രാഘവൻ മകൻ ശശി 45 ടീയാൻ കൈവശാവകാശമായി തെക്കേതിൽ സുഗുണന്റെ മകൻ സുധീർ, അത് ഞാൻ വെച്ചിരിക്കുന്ന ചമ്മന്തിയും താഴെ പറയുന്ന കരാറും പ്രകാരം 3 ദോശയും ടീയാന്റെ കടയിൽ നിന്ന് ഒന്നാം കക്ഷി കഴിച്ചതിന്റെ പേരിൽ രണ്ടാം കക്ഷിക്ക് ആയുഷ്കാലം മുഴുവൻ ഈ വടയും ചമ്മന്തിയും കൈവശ അനുഭവം വെക്കാവുന്ന സമ്മതപത്രം നാടി ഒരു ഒപ്പിട്ട് ഈ കട അവർക്ക് എഴുതി കൊടുക്കും. പുറമ്പോക്ക് എഴുതി കൊടുത്തിട്ട് ഇനി പോലീസ് പിടിക്കാൻ വേണ്ടിട്ടാ. എടാ, ഇങ്ങനെയാണോ പറ്റെഴുതുന്നത്? അവൻ കുരുങ്ങും മോനെ, പൈസ തരാൻ അവന് പോകാൻ പറ്റില്ല. അതെ, ശരി. പിന്നെ ഇവിടെ ബുൾസൈ ചോദിച്ചു വരുന്നവർക്കെല്ലാം ഈ ബുൾസൈ കഴിക്കുന്ന ചില ആൾക്കാർ ഇത് പൊട്ടാതെ കഴിക്കുന്ന ആൾക്കാരാണ്. നീ ഇവിടെ ആർക്ക് അടിച്ചു കൊടുത്താലും ബുൾസൈ പൊട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇനി പൊട്ടാൻ പാടില്ല. കോടികൾ മുടക്കി പിടിക്കണ പടം ഒരു ദിവസം കൊണ്ട് പൊട്ടിപ്പോണം. പിന്നെ ആ ഒരു ബുൾസൈ ഒന്ന് പോടാ അങ്ങാതി അവിടെ. ആ ഉള്ള പോലെ നീ എന്ത് മാറ്റി വെച്ച്, അല്ല നീ അതൊക്കെ എടുത്തിപ്പോൾ കഴിക്കും. എല്ലാം ഒന്ന് അടുക്കി വെക്കടാ. അതൊക്കെ ആരൊക്കെ രാവിലെ ചായ കുടിക്കാൻ പറ്റും ദൈവത്തിനറിയാം. ഇതൊക്കെ ആരാണോ പറിച്ചു? കേക്കിനൊക്കെ അമ്പലത്തിലെ പ്രതിഷ്ഠേനേക്കാൾ കൂടുതൽ പഴക്കമുണ്ട്. അതെ. അയ്യോ, ഇരിക്കെ ഷൈൻ, സണ്ണി, ഗായത്രി. സോറി, ബാലു. ഹണിവീല് ഭയങ്കര തലക്കനായിരുന്നു കേട്ടോ. മുടി. അല്ല, നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ ഒരു പടത്തിന്റെ പ്രൊമോഷൻ പരിപാടികളൊക്കെ ഇറങ്ങിയതാണ്. ഏത് സിനിമാരങ്ങൾ വന്നാലും ആ ഹോട്ടലിൽ നിന്ന് വന്നിട്ട് രാവിലെ വന്ന് ഇവിടെ ചായ കുടിക്കും. പിന്നെ സിനിമക്കാർ മമ്മൂട്ടി മോഹൻലാൽ വന്ന് ഇവിടെ നിന്നല്ലേ ചായ കുടിക്കുന്നത്? മമ്മൂട്ടി മോഹൻലാൽ വന്നോ? പിന്നെ അത് 4 ആള് കൂടുന്നോടത്ത് പറയാൻ പറ്റുന്ന കാര്യമല്ല. നീ ശശിയെ സിനിമയിലെ പേര് ബിനുവടി മേലെന്നാണോ? എല്ലാവരും പറയാറുണ്ട് ഇങ്ങനെ, എന്റെ ചായയാണ് ബിനുവടി മേലിക്ക്. പക്ഷെ ചായ ഉണ്ടാക്കുമ്പോ അങ്ങനെ ആരും പറയാറില്ല. പുള്ളി അത് റിസ്ക് എടുക്കാറില്ല. ചേട്ടനാണോ ചായ ഉണ്ടാക്കുന്നത്? അറപ്പോട് കൂടി ഇവിടെ ഏത് സിനിമയ്ക്കാ വന്നത്? ഇവിടെ പുതിയ പടത്തിന്റെ. അല്ല, എനിക്കൊരു സംശയം, ഇവർ രണ്ടുപേരും ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ടോ അതോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് GMS ഒക്കെ അയച്ചിട്ടുള്ളതാട്ടോ. മറ്റേ ഐ ലവ് യു പെണ്ണുങ്ങൾക്ക് EMS അല്ല, EMS. നിങ്ങൾ രണ്ടുപേരും ബാലു രണ്ടുപേരും വ്യത്യസ്തമായ സിനിമകളിൽ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്ത് വന്നവരാണ്. രാജരി കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ എന്ന് പറഞ്ഞ ചിത്രമാണ് ആദ്യത്തെ ചിത്രം. പടത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല, അഭിനയിക്കാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. ചേട്ടനും ഇല്ല അഭിനയിക്കാനുള്ള? തീർച്ചയായിട്ടും. പിന്നെ ഒരു അവസരം ഗായത്രിക്കും ഉണ്ട്. വേഷങ്ങൾ ചെയ്യാൻ ഇഷ്ടം. ഇവിടെ വന്നത് മുതൽ ഓരോന്ന് കൊടുത്തു തുടങ്ങിയ വണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഭാര്യനെ ഒന്ന് വിളിക്കട്ടെ. കല്യാണം കഴിഞ്ഞാണോ? പിന്നെ എന്നിട്ട് ഞങ്ങൾ ചോദിച്ചപ്പോ കല്യാണം കഴിഞ്ഞില്ല. കുട്ടിയുടെ പേരെന്താണ്? ഫുൾ നെയിം പറയണം. വേദസ്വാങ്കൻ. ഫുൾ നെയിം പറ. ഫുൾ നെയിം പറഞ്ഞേ. ശ്രീശങ്കര വേദസ്വാങ്കൻ. അപ്പൊ കുഞ്ഞിനെ വീട്ടിലെന്ത് വിളിക്കും? ആഞ്ജനേയൻ. അപ്പൊ നാട്ടിലെന്ത് വിളിക്കും? നാട്ടുകാരെന്തൊക്കെ മാത്രം അറിയുന്നു. പ്രതാപചന്ദ്രന്റെ പേരൊക്കെ പറയാം. GK പുള്ളി വന്നിട്ടുണ്ടെന്നൊക്കെ അല്ല, വേറെ ഈ പടത്തിന്റെ പേരും അല്ലെങ്കിൽ ഓരോരുത്തർക്ക് പേരിടുന്ന വലിയ പ്രശ്നമാണ്. കാര്യം അതിന് ഏറ്റവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ശശിയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇവിടെ അതൊക്കെ ഒരു പോലീസുകാരൻ പുതിയ ചെക്കിംഗ് ഉണ്ട്. ഇയാളിപ്പോൾ ഊതിപ്പിക്കുകയല്ല. ഇപ്പോൾ ഒരു പുതിയ പടത്തിന്റെ പേര് വെള്ളം അടിച്ചതിനെ കൊണ്ട് അത് പറയിപ്പിക്കുക. അങ്ങനെ പെട്ടുപോയി ശശി. തസ്കരൊന്നുമല്ല, സപ്തമസി അതങ്ങ് പറഞ്ഞതോടുകൂടി എന്നെ പോക്ക് എടുത്താകത്തു.
ബാലുവിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ പ്രശ്നമല്ല. ബാലുവിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ബാലു മലയാള ഭാഷ തന്നെ മാറ്റി മറിച്ച ആളാണ് അല്ലേ? ആ പുള്ളി അത് ചായക്ക് സാധനം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ടച്ച് വിട്ടു കഴിഞ്ഞാൽ ബാലു അതുപോലെ മലയാളത്തിന്റെ ഭാഷ തന്നെ മാറ്റിയ ആളല്ലേ? ബാലു ഞാൻ ചോദിച്ചു, ഈ ഫാൻസ് ഒക്കെ ഉള്ളടത്ത് എന്തെങ്കിലും പ്രേമോ അങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? അപ്പൊ അല്ല പുള്ളി ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വരാനായിട്ട് അല്ലല്ല ചായ ഒക്കെ ഇവിടെ വേറെ മിനറൽ വാട്ടർ കണ്ട് ഇവിടെ സാധനമൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ചായ തരാം ഞാൻ പറഞ്ഞത് അതൊക്കെ ഉണ്ടാക്കുന്ന റെഡിയാക്കുന്നുള്ളൂ. പെട്ടെന്ന് കൂടെ തരാൻ പറ്റും. ഇത് റെഡിയാക്കി തന്നിട്ട് നിങ്ങൾക്ക് നാളെ അഭിപ്രായം കിട്ടണ്ടേ? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കോമഡി സീക്വൻസ് ഏതാണ് മനസ്സിനകത്ത് ഉറച്ചു നിൽക്കുന്ന ഒരു കോമഡി സീക്വൻസ്? നമുക്ക് പറയുമ്പോൾ ഇൻഹരി നഗറിലെ ഇഷ്ടപ്പെടുന്ന സീക്വൻസ് നിങ്ങൾ ചെയ്ത് കാണിക്കാനാണ്? അല്ല, നിങ്ങൾ ചെയ്ത് കാണിക്കണം. എങ്കിലും ചായ തരത്തുള്ളൂ. അതൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ അഭിനയിക്കണ ആൾക്കാര് കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്, കുറച്ചുപേരെയും കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ അത് അങ്ങോട്ട് സണ്ണിയിലേക്ക് ഈ കൂടെ നിന്നിട്ട് ഇങ്ങനെ കാല് പറഞ്ഞ പരിപാടി ആദ്യം നിങ്ങളുടെ പാട്ട്, ആ പാട്ടിന് ശേഷം നമ്മൾ അവരിലേക്ക് അഭിനയം കൈമാറും. ഓക്കെ, താളം 6.5 കട്ട കുടിച്ചു. 6.5 കട്ട അല്ല, വെറുതെ പിടിക്കാലോ. നിങ്ങൾക്ക് എന്താണ് പിടിക്കാലോ, നിങ്ങൾക്കല്ല അതൊക്കെ അറിയാവുന്നത്. ഏത് ബൈ ബർത്തിൽ ഫോറിനർ ആകേണ്ട ഞാൻ മച്ചാനെ, ബൈ മിസ്റ്റേക്ക് കൊച്ചിയിൽ ബോണായി പോയി മച്ചാനെ, ബൈ റോഡിൽ ഇവിടുന്ന് എസ്കേപ്പ് ആകും മച്ചാനെ, ബൈപ്പാസ് എത്തുമ്പോൾ ജോവറാകും മച്ചു, ബൈ ഫീലിംഗ് സാഡ് ബഡി forget that way buddy, not only road buddy but also river buddy, സ്കൂട്ടായിക്കോ മച്ചാനെ മച്ചാനെ മച്ചു, സ്കൂട്ടായിക്കോ മച്ചാനെ മച്ചാനെ മച്ചു, സ്കൂട്ടായിക്കോ മച്ചാനെ മച്ചാനെ മച്ചു, വിട്ടോ. ഓക്കെ, പാട്ട് പാടാൻ അറിയുമ്പോഴത്തേക്ക് ഞാൻ പാട്ട് പാടി. ഇനി ഇതിൽ അഭിനയിച്ചാണ്. നിനക്കെന്താ ചീങ്ങുന്നുണ്ടോ? ഒരു വക കണ്ണടയും ടൈയും. എടാ, ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാൻ മുമ്പ് ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്ക്? ഇതാണോ സിമ്പിൾ ഡ്രസ്? അതെ, എന്താ കുഴപ്പം? കണ്ടോ, കാക്കയ്ക്കറിയാൻ കറക്റ്റ് കക്കൂസ് എവിടെയാണെന്ന്. ഇനിയെങ്കിലും ഊരി കളയടേ. അപശകുനമാണല്ലോ, കാക്കയാണ് തൂറിയിരിക്കുന്നത്. അവൻ നമ്മളെ പറ്റിക്കൂ? ഏയ്, ഇതൊന്നും നോക്കണ്ട. അവൻ അവളെ വിളിച്ചോണ്ട് വരും. ഞാനാ പറയുന്നത്, വന്നില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്കിട്ടോ. നിന്റെ പേര് എന്റെ പട്ടിക്ക്, എന്നിട്ട് വേണം അതിന്റെ കടി ഞാൻ കൊള്ളാൻ. ഒന്ന് പോടാ കോന്നുകുട്ടി. മുഖത്തായില്ലല്ലോ. ഏയ്, അറിയൂല. ഞാൻ തരാടേ മുഖത്തായത് ഒന്ന് നല്ലതായിരിക്കും. എനിക്ക് വിശപ്പുണ്ട് കേട്ടോ. ഞാനിപ്പോ ഈ ബോണ്ട ഒരു എനിക്ക് ബോണ്ട മതി. ബോണ്ട ഒരു പ്രശ്നം വെച്ചാൽ ഒരു ബോണ്ടേ ഉള്ളൂ. അതാണ് ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ നമ്മുടെ കേരളമാണ്. അപ്പൊ നമ്മൾ സ്ത്രീകൾക്കാണ് മുൻഗണന കൊടുക്കുന്നെങ്കിൽ പോലും ആദ്യം ചോദിച്ചത് ബാലുവിനാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോലും ഇതിനകത്ത് വലിയൊരു പ്രശ്നമുണ്ട്. കാരണം ബോണ്ട ഒന്നേ ഉള്ളൂ. ഇത് ആർക്ക് കൊടുക്കണം എന്നുള്ളത് നമുക്കൊരു ചെറിയൊരു ഗെയിമിലൂടെ ആക്കിയല്ലേ സന്നി. വേറെ ഒന്നുമില്ല, നിങ്ങൾ സിനിമാക്കാരാണല്ലോ, അതായത് ഒരു സിനിമയുടെ പേര് നമ്മൾ പറയുക, അത് മറ്റുള്ള അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക. ഗായത്രി ഞാൻ പേര് പറഞ്ഞു കൊടുക്കും, അത് ബാലുവിനെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക. ബാലു ആ പേര് പറഞ്ഞാൽ ഇത് ബാലുവിനുള്ളതാണ്, പേര് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് ഗായത്രിക്കുള്ളതാണ്. ഒരു മിനിറ്റ്, നമുക്കൊരു ധാരണ പകുതി എടുക്കാനാണോ? എനിക്ക് ഫുള്ള് വേണം. ഫുള്ള് വേണം. പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും ചലഞ്ചായി പോയി. അല്ല പിന്നെ ഇത് പറയരുതായിരുന്നു. ഈസിയായിട്ടൊക്കെ പറഞ്ഞോ കേട്ടോ. കല്യാണം, ഓർണമെന്റ്സ്, മറ്റേ കമ്മൽ എന്താ ഓർണമെന്റ്സ്, ജ്വല്ലറി, കമ്മൽ എന്താ?
ബോം ജക്കാവാവ ഒരു കമന്ററി ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതോ എനിക്കൊന്നും എങ്ങനെ കാണിക്കും മറ്റേ മൈ ഡിയർ കരടിയാണോ അതോ അതെ താങ്കൾ വയസ്സായിട്ടുണ്ടോ ഞങ്ങളോട് ഒരു തീരുമാനം എത്ര വാക്കുണ്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അതൊന്നും പറ്റില്ല. ജീവിയാണോ? അല്ലല്ല ജീവിയാണ്. പക്ഷിയാണ്. ഇങ്ങനെ ഇരിക്കുന്ന പക്ഷിയോ? കഴുകൻ, മൂങ്ങ. വെള്ളിമൂങ്ങ. ആ വെള്ളിമൂങ്ങ. അതെ അപ്പൊ എന്തായാലും നമുക്കത് 50-50 ആക്കാം. അപ്പൊ 50-50 നമുക്ക് 4 പേർക്കൂടെ ഷെയർ 4 പേർക്ക് ഷെയർ ചെയ്യാം. അതാണ് വെള്ളിമൂങ്ങിക്കാണ് കമ്മലൊക്കെ കാണിച്ചത്. കമ്മൽ, അതായത് വെള്ളിന്ന് കാണിച്ചാ. എന്നാ പിന്നെ പാടിയാ പോരായിരുന്നു. അടുപ്പം കുറച്ച് ചായ. ചേട്ടാ ഞങ്ങളുടെ കൂടെ ചായ ഒന്ന് എടുക്കണേ. ഞങ്ങൾ ഇവിടുത്തെ ഒരു നേതാവാണ്. ഇദ്ദേഹം അറിയാതെ ഇവിടെ ഒന്നും ചലിക്കില്ല. അത്രയ്ക്ക് ഞാൻ അറിയാതെ ഇവിടെ ഒരു പൂച്ച പോലും ചലിക്കില്ല. ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നു? തങ്കച്ചൻ. ഇന്നലെ ഒരു സിനിമ ഉണ്ട്. അത് സംഭവിച്ചോട്ടെ. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ സിനിമ. പാട്ട് നല്ല പാട്ട്, നല്ല സ്റ്റണ്ട് ഉണ്ട്. അല്ല ആരുടെ പടം വന്നേ? നായകനെ എനിക്കൊരു പിടി കിട്ടുന്നില്ല. അതിന് ബാലു ആണെങ്കിൽ മറ്റേ ഹണീബി ഒക്കെ ഒക്കെ വേറെ. ഇതിന് വരുന്നത് അത് ബോളി, നിവിൻ പോളി. നിവിൻ പോളി കേട്ട് ഭയങ്കര ഇതാ കേട്ടോ എന്നൊക്കെ പറഞ്ഞ നിവിൻ പോളി എന്നല്ല, എനിക്ക് പരിചയമില്ലാത്തവരൊക്കെ ചുരുക്കം. നിവിൻ പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഞാൻ വെറുതെ സിഗരറ്റ് മേടിക്കാൻ വേണ്ടി പൈസ കൊടുത്ത് പറഞ്ഞുണ്ടോ പയ്യനെ മേടിച്ചിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ പേടിച്ചു പോയി മേടിച്ചിട്ടുണ്ട്. സിനിമയിൽ മാത്രമുള്ള എല്ലാവരുമായിട്ട് പരിചയം അതോ എല്ലാ മേഖലകളിലും മന്ത്രിമാര്? അപ്പൊ നമ്മുടെ മോദി സാറിനൊക്കെ അറിയോ? നരേന്ദ്രമോദി. അയ്യോ അതൊക്കെ ചോദിച്ചു നോക്ക്. അത് ഇടയ്ക്കൊന്ന് തിരക്ക്. മോദി സാറിനോടോ? അതെ അതെ. പിന്നെ AR റഹ്മാൻ. റഹ്മാൻ സാറിനൊക്കെ അറിയാമോ? ഞാനേ വെറും AR എന്ന് ഞാൻ വിളിക്കില്ല. എടാ റഹ്മാനെ, റഹ്മാൻ ഇങ്ങനെ വിളിക്കും. എന്റെ നിർദ്ദേശപ്രകാരം പുള്ളി ഇപ്പൊ തലമുടി വെട്ടിയത്. എനിക്ക് ഇഷ്ടമല്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് അടിച്ചോണ്ട് പോകുന്ന ഒരു പരിപാടിയുണ്ട്. മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക്. മലയാളത്തിൽ നിന്ന് അത് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. അത് പാടില്ല. ആ ഈ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന സാധനം ഇപ്പൊ ഒരു ജെയിംസ് ബോണ്ട് എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. ജെയിംസ് ബോണ്ട് 00. ജെയിംസ് ബോണ്ട്. ഈ ജെയിംസ് ബോണ്ട് വരുമ്പോൾ എൻട്രി മ്യൂസിക് ഇല്ലേ? അതെ അതെ. ആ മ്യൂസിക് നടിച്ച പറന്നു നിന്റെ മുന്നിൽ കുളിരുമായി നീ തളിരുമേനിൽ ഇണക്കിളി വരികില്ലേ, ഇണക്കിളി വരികില്ലേ, ഇണക്കിളി. അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് പടം എനിക്ക് വലിയ ഇഷ്ടം. ഞാൻ പറഞ്ഞില്ല അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. ബഹുമാനപ്പെട്ട അമിതാഭ് ബച്ചൻ, അഭിഷേക് ബച്ചൻ, ഐശ്വര്യ റായ് ഇവരൊക്കെ നല്ല പരിചയമുള്ള ആളാണ്. അമിതാഭ് ബച്ചനായിട്ട് വിളിക്കും. ഹലോ ഐശ്വര്യ, നിന്റെ കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. അഭിഷേക് ഇവിടെ പോയി? ചന്തയിൽ പോയാ? അഭിഷേക് ചന്തയിൽ പോയി. ആ ശരി. പിന്നെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല. മോളെ ചോറ് കൊണ്ട് ഞാൻ കറക്റ്റാ വരാം, പേരിടാൻ വരാം. ആ ശരി. ഓക്കെ. ആ അമ്മാവ് ഇടയ്ക്ക് വിളിക്കും. അമ്മാവ് ഇടയ്ക്ക് വിളിക്കും. ചെറിയ അവസരങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാൻ. ഇപ്പൊ ഒരു ചെറിയൊരു വേഷം വന്നായിരുന്നു. അപ്പൊ ഈ ഒരു വേലക്കാരന്റെ വേഷം, അതെ ചെറിയ ഷട്ടിൽ ഇങ്ങനെ കുഞ്ഞു കയറണം. അപ്പൊ പൊക്കം കൂടുതലല്ലേ? ഓക്കെ ശരി ഓക്കെ. ഐശ്വര്യ വിളിച്ചത്. അതേപോലെ ക്രിക്കറ്റ് കളിക്കാര് സച്ചിൻ, നമ്മുടെ ദ്രാവിഡ് ഇവരൊക്കെ ഭയങ്കര പരിചയം. ചേട്ടാ അപ്പൊ ഹിന്ദിയിലേക്ക് ഒരു ചാൻസ്. അതെ, നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളെ ഞാൻ ഹോളിവുഡ് താരമാക്കിയാ ഞാൻ പറഞ്ഞു വിടും. വേണ്ട എല്ലാ ഹെൽപ്പുകളും ചെയ്തു തരും. പിന്നെ ആരാണ് ഓണർ? ആരാ അത്? ഈ നമ്മുടെ ഈ സതീശൻ എന്ന് പറയുന്ന ഒരു പരിചയമാണ്. സതീശൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ കുറുപ്പിയേട്ടന്റെ മോൻ സതീഷാണ് കേട്ടോ. സതീശ മറ്റേ ബാംഗ്ലൂരിലുള്ള, ബാംഗ്ലൂരിൽ മറ്റേ ടയർ കമ്പനിയിൽ നിന്ന് ജോലിക്കൊക്കെ പോയിട്ട് വന്നില്ലേ? ഓ മറ്റേ കുറുപ്പിന്റെ രണ്ടാമത്തെ മോൻ. ആ സതീഷ്. ആ സതീശാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ആളറിയില്ല. അപ്പൊ സതീശ് മനസ്സിലായില്ല? ഇല്ല. ചുരുണ്ട തലമുടിയാണ്. ഏകദേശം ചുരുണ്ട തലമുടിയാണ്. ഒരു 6 അടി 4 അടി പൊക്കം വരും. നല്ല ഹൈറ്റും ഉണ്ട്. ഉണ്ട്. പിന്നെ ചുണ്ട് നല്ല ചുമന്നിട്ട് അതെ അത്യാവശ്യം കാണാൻ കൊള്ളാം. ആ സതീശൻ. അപ്പൊ ആളറിയല്ലേ? പിന്നല്ല. അത് ശരി. ഈ സതീശൻ എന്ന് പറഞ്ഞാലേ നമ്മളെ എന്റെ ഏറ്റവും നല്ല സുഹൃത്താ സതീശൻ. ഞാനാണ് അവനെ ബാംഗ്ലൂർ പറഞ്ഞു വിട്ടത്. അതെ. ഒരു മുട്ടുപിന്ന് താഴെ വീണ് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിക്കും, ചേട്ടാ ഞാൻ മുട്ടുപിന്ന് എടുത്തോട്ടാ എന്ന് ചോദിച്ച അത്ര മര്യാദ ഉള്ളൊരു പയ്യനാണ്. തങ്കച്ചനല്ലേ? അതെ. അപ്പൊ സതീശനെ അറിയാം. പിന്നല്ല സതീശൻ, ഞാൻ പറഞ്ഞില്ലേ. എന്നാ പോവാം. അങ്ങോട്ട് സ്റ്റേഷനിലേക്ക് പോവാം.
അല്ല ഞാൻ ആരാന്ന് മനസ്സിലായില്ലേ? ഇല്ല, ഞാനൊരു സ്ഥലം SI ആണ്. അപ്പൊ നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞ സതീശനുണ്ടല്ലോ, അവൻ 3 സ്ഥലത്തായിട്ട് 4 നാടൻ ബോംബാണ് പൊട്ടിച്ചേക്കുന്നത്. 2 പേര് മരിക്കുകയും ചെയ്തു. അപ്പൊ അവനെ ഞങ്ങൾ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയിട്ടില്ല. അവനെ കണ്ടെത്താത്ത സ്ഥിതിക്ക് നീ ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ. ജീപ്പി കയറാം, തക്കട സ്റ്റേഷനിലേക്ക് ചേട്ടനാരണ്ടൊക്കെ പരിചയമുണ്ടെന്ന് പറഞ്ഞ മന്ത്രിമാരെ ഒരു സെക്കൻഡ്. മന്ത്രിയൊക്കെ അവിടെ നിൽക്കട്ടെ, ആരെങ്കിലും വന്ന് എന്നെ നിറക്കാൻ പറ്റും. പഞ്ചായത്ത് മെമ്പർ ആയിരുന്നാലും മതി. ജീപ്പിലേക്ക് നല്ല പരിചയമുള്ളതാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ വന്നിട്ട് പുള്ളി ഈ പറഞ്ഞ ഓരോ ദിവസം വന്ന് ചായ കുടിക്കുക, എന്നിട്ട് ചോദിക്കുമ്പോഴൊക്കെ മിണ്ടരുത്, എനിക്ക് അവരെ പരിചയമുണ്ട്, അവരൊക്കെ വിളിച്ചു വന്നിട്ടുണ്ട്. ആ ആളാണ് ഇപ്പൊ പോയ ആള്. ഈ സിനിമയിൽ ഇങ്ങനെയുള്ള ഹ്യൂമർ സിറ്റുവേഷൻ ഉണ്ടോ? ഇപ്പൊ നമ്മൾ കണ്ട കഥാപാത്രം അങ്ങനെ വല്ലതും ഉണ്ടോ? കഥാപാത്രങ്ങൾ വല്ലതും ഉണ്ടോ? എനിക്ക് ഇതിനെക്കാട്ടൊക്കെ ഏറ്റവും ഹ്യൂമറസ് ആയിട്ട് തോന്നിയിരിക്കുന്ന ഒരു സംഭവമാണ്. ഞാനും ഷൈനും ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു താമസിക്കുന്നത് ഷൂട്ടിന്റെ സമയത്ത് വെച്ചിട്ട്. അപ്പോൾ ഷൂട്ടിന് ഷൈൻ അപ്പോൾ അനുശ്രീ പെണ്ണായി മാറുകയാണ്. ഷൈൻ്റെ മാനറിസംസ് എല്ലാം പുള്ളി മറ്റേ പെണ്ണാണ്. രാത്രി റൂമിൽ വന്നാലും ഷൈൻ ഒരു പെണ്ണാണ്. ഞാൻ വിട്ടു കഴിഞ്ഞാലും ബാലു വിടില്ല ക്യാരക്ടറിനെ. പുള്ളി ഞാൻ എന്നെ പെണ്ണായിട്ട് തന്നെ കണ്ടോണ്ടിരിക്കണം. റൂമിലേക്ക് വന്നിട്ട് ഇരിപ്പൊക്കെ ഇതാണ്, ബാലു എടോ ഫുഡ് കഴിച്ചാലോ ആ സാധനമാണ്. പിന്നെ അത് ശരി, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ട് മാറിയത്, ലെവലായത്. നിങ്ങളല്ലേ മുമ്പേ പറഞ്ഞത് ഈ പുള്ളി ആ കായലിൽ നിന്ന് പോയി വെള്ളം എടുക്കുന്നു? ഒരു മിനിറ്റ് നോക്കുമ്പോ കൊട വയറും ഒരേപോലെ, കൊട നിറഞ്ഞ വയറാ നിറഞ്ഞേക്കാം. അതാണ് പറയണേ, കൊട വയറും. ഞാൻ ഇവിടെ നിന്നല്ല വെള്ളം എടുത്തത്. ആ തുരുത്തിന്റെ സൈഡില് ഒരു കുളിക്കട വേണ്ട, അവിടെ കുളിക്കടവ്. നിങ്ങളുടെ ചായയൊക്കെ ഇപ്പൊ തന്നെ റെഡിയാക്കി തരും പുള്ളി. ബാക്കി അവർ കഴിക്കാൻ ചോദിച്ചിട്ട് ഓർഡർ. അതെ, ചായയൊക്കെ ഇവിടെ ഉണ്ട്, അടിപൊളി ചായയാണ്. കഴിക്കാൻ എന്താ വേണ്ടേ ബാക്കി പറ. ഊണുണ്ടോ ഏട്ടാ? നല്ല വിശപ്പുണ്ടേ. സ്പൂണൊക്കെ ആണോ തിന്നുന്നേ? ഊണുണ്ടോന്നോ? എന്റെ ദൈവമേ, എന്നാ സൂപ്പർ ഊണാന്നറിയാമോ? കുത്തരിച്ചോറ് ഇങ്ങനെ ആവിയൊക്കെ ഇങ്ങനെ സിനിമാറ്റിക് ഡാൻസ് കളിച്ചു. മീൻകറി ഉണ്ടോന്ന് പൊന്നു മോനെ, നല്ല വറ്റക്കറി ഇങ്ങനെ വറ്റിച്ചെടുത്ത് കോടംപുളിയൊക്കെ ഇത്ര നല്ല മുളകിട്ടിട്ട് പറ്റിച്ചെടുത്തുണ്ടല്ലോ. അതിന്റെ ചാറ് കണ്ടത് ഇങ്ങനെ എടുത്ത് കുറി തൊടാൻ തോന്നുന്നു. ഓ, ബീഫിന്റെ കാര്യം പറയണ്ട, നല്ല തേക്കിന്റെ ഈട്ടി പോലത്തെ നാരുള്ള ബീഫാ. ഇങ്ങനെ വരട്ടി ഇങ്ങനെ എടുത്തിട്ടുള്ള തേങ്ങാക്കൊത്തത് ഇങ്ങനെ എടുക്കുന്നു, ഉള്ളി ഇത്ര നീളത്തിന് വഴറ്റി ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചാണല്ലോ. അയ്യോ ചേട്ടാ, അതെ എനിക്ക് ഒരു കാര്യം, ഈ കറി ഉണ്ടാവും ചേട്ടൻ്റെ മുഖം കാണുമ്പോഴേക്ക് ഒരു കറി ഓർമ്മ, പുളിയേക്ക് ഉണ്ടാവോ? ശരി, മുഖം കാണുമ്പോ കറി ഓർമ്മ വരുന്നത്, എനിക്ക് ഈ മുഖം കാണുമ്പോ തെറിയോ? ശശിയെ പുളിശ്ശേരിയും പപ്പടം ഉണ്ടോ? ഞാൻ വെജിറ്റേറിയനാ. ഓ, പുളിശ്ശേരിയും പപ്പടം ഉണ്ടോ? പുളിശ്ശേരി അങ്ങോട്ട് കഴിച്ച മുടി സ്ട്രെയിറ്റ് ചെയ്യണ്ട, മുള്ളമന്നിലും അത്രക്ക് സൂപ്പറാ. പപ്പടം കണ്ടാണല്ലോ, തൃശ്ശൂർ പൂരത്തിന് ആന നെറ്റിപ്പട്ടം കെട്ടി കിണാരിയ അവിടെ ഇവിടെ ഒരു മുഴയൊക്കെ ആയിട്ട് സൂപ്പറല്ലേ. മൊത്തത്തിൽ പറഞ്ഞാൽ ഭൂലോക തോൽവിയായി കേരളത്തിൽ ഇത്ര വൃത്തിയായിട്ട് ഊണ് കിട്ടാൻ. ചുമ്മാ പറയുന്നത്. ചായ മതി, 4 പേർക്കുള്ള ചായ റെഡി ആയി കേട്ടോ. ചായ റെഡി ആയി. സംസാരിക്കാം. ഇതിവിടുന്ന് മേടിച്ചതാ, ഇതിവിടുന്ന് മേടിച്ച ബീഫാ. അതെ, ഇത് വെന്തില്ല. ബീഫ് വെന്തില്ലേ? ഇത് വെന്തില്ലെന്ന്. അങ്ങനെ വേഗമായിരിക്കാൻ വഴിയില്ല. പൈസ ശശിയെ ഒരു മിനിറ്റ് വന്നേ, ഒരു മിനിറ്റ്, നിങ്ങൾ ചായ കുടിക്കാൻ. ഇത് ഇവിടുന്ന് മേടിച്ച ബീഫാണ്, ഇത് വെന്തില്ലെന്നൊക്കെ പറയുന്നല്ലോ, എന്താ കേസ്? വെന്തില്ലെന്നോ? നല്ല കരിഞ്ഞാണല്ലോ ഇരിക്കണേ. എന്നിട്ട് പൈസ തരുന്നത് വെന്ത സാധനമല്ലേ തരാറ്, വെന്തില്ലത്. നല്ല പഞ്ഞി പോലെ ഇരിക്കണ സാധനം വെന്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിലക്ക് വിളിച്ചു പറഞ്ഞു. ഇതാണ് എടുത്ത് കഴിച്ചത്. ഞാൻ 4 പ്രാവശ്യം ചവച്ച് തുപ്പിയ സാധനം എടുത്തു. പടം മാറിയാ? പടം മാറിയ? അതിപ്പോ ഇവിടുത്തെ തിയേറ്ററിൽ ഓടുന്ന പടമാ. എങ്ങനെയുണ്ട്? കണ്ടോണ്ടിരിക്കാം. പറ്റും. വന്നപ്പോഴേ ഇന്ന് നല്ല ഇതാണല്ലോ, നല്ല മൂഡിലാണല്ലോ. അടുത്തൊരു ചേട്ടനാണ്, സിനിമാക്കാരൊക്കെ ഒരു ഷൂട്ടിനൊക്കെ. പുതിയ ഐറ്റം, പുതിയ സാധനം, പുതിയ ബ്രാൻഡാ, മംഗളയാൻ. പുതിയ ബ്രാൻഡാ. അതെ, പുതിയ സാധനം. അതെ, അത് അടിച്ചാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എങ്ങും ഒരു തടസ്സമില്ലാതെ നേരെ അങ്ങ് പോവും. എവിടെ പോവും? ഭ്രമണപഥത്തിൽ പോവും. ഭ്രമണപഥത്തിൽ ചെന്ന് ചേരും. അവിടെ ചെന്ന് ചേരും. അതായത് എങ്ങും തങ്ങി നിൽക്കാതെ കറക്റ്റ് വീട്ടിൽ തന്നെ ചെന്ന് ചേരുമെന്ന്. ഭാര്യക്ക് ക്ഷയിക്കാനും കൊടുക്കുമായിരിക്കും അല്ലേ? പിന്നെ ഭാര്യയുടെ ഒരു അട്രാക്ഷനും ഉണ്ടാവും. മനസ്സിലായി? ഈ ഗുരുത്താകർഷണം പോലെ ഗുരുത്താകർഷണം ഉണ്ടാവും. ഒരു ഫോട്ടോ എടുക്കും. അതെ അതെ അതെ. ഏതായാലും ബ്രാൻഡ് കൊള്ളാം. വന്നല്ലോ. എന്റെ പൊന്നി ഏട്ടാ ഒന്നും പറയണ്ട. ഇത് കണ്ട കൊച്ചിന്റെ യൂണിഫോം കൊണ്ട് തയ്ച്ചോണ്ട് വന്നേക്കണ. യൂണിഫോം തയ്ച്ചോണ്ട് വന്നല്ലേ? ഇവിടെ ഓരോരുത്തർ യൂണിഫോം കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ വഴിക്ക് പോവല്ലേ? മനുഷ്യ നിങ്ങൾ ഇത് എവിടെ കൊണ്ട് തയ്ക്കാൻ കൊടുത്തത്? ഇത് എന്തായി കാണിച്ചു വെച്ചേക്കണെന്ന് അറിയാമോ? എന്റെ പൊന്നി ഏട്ടാ ഷർട്ടിന്റെ തുണിയെടുത്ത് പാന്റിന്റെ തുണിയെടുത്ത് ഷർട്ടും തയ്ച്ചു വെച്ചേക്കണേ. കൊച്ചു നാളെ ഇനി എങ്ങനെ അസംബ്ലി പോയിട്ട് നിൽക്കും? എന്ത് മോശമാ കാണിച്ചത്. ഒരു കാര്യം ചെയ്യും, ആരും അറിയില്ല. നാളെ അവന്റെ അടുത്ത് അസംബ്ലിയിൽ തലകുത്തി വയ്ക്കാൻ പറഞ്ഞു. എന്റെ അനുവാദമെല്ലാം നീ തൂങ്ങിച്ചെത്തിട്ട് നീ അതിലേ അങ്ങ് പൊക്കോണം. പിന്നെ ഈ വീട്ടിൽ കയറി വരരുത്. അയ്യോ വീട് എല്ലാരും നിൽക്കണ മഴ പെയ്യുമ്പോ നനയാതെ ഇരുന്നിട്ട് പോവാ. സിനിമക്കാരാണ് അവര് പുതിയ സിനിമയ്ക്ക്. ഏതായാലും നിങ്ങൾ നമ്മളെ നാട്ടിൽ വന്ന സ്ഥിതിക്ക് ഒന്ന് പാട്ടൊക്കെ പാടി നമുക്കൊന്ന് ആഘോഷിച്ചിട്ട് പോകുന്ന അതില്ല. അല്ല അവര് പാട്ടൊക്കെ പാടി അവര് പരിപാടി എല്ലാം കഴിഞ്ഞ് പോകാൻ വേണ്ടി റെഡി. ഞാൻ കേട്ടില്ല. തീർച്ചയായിട്ടും ചായ എടുത്തോളൂ. ചായ എടുത്തു. ചായ അന്തിയോ അതോ പുലരിയോ അഭിഷേകം ദിനവും പട്ടകൊണ്ട് അഭിഷേകം. അയ്യടാ മീൻചാറ് കണ്ണിൽ തെറിച്ച് അയ്യോ നിറുന്നടാ. ൂതടാ ചുമ്മാതെ കണ്ടോണ്ടിരിക്കാതെ ഊച്ചാളി കുഞ്ഞങ്ങരാ. നിന്റെ കണ്ണിൽ മീന്റെ ചാറോ. ഞാനിന്ന് കപ്പേരെ രുചി നോക്കിയില്ല. കറിവെച്ച മീണ്ടിന്ന് കൊതി തീർന്നുമില്ല. കൈലേറെ തലതിന്നു കുഴിനാക്ക് പോലും എരിവും തുളിയും തിരിയാതെയായി. ഒട്ടും നിലയ്ക്കാത്തതല്ലേ എന്നും കാലിന്റെ ചോടുകൾ, എന്നും കാലിന്റെ ചോടുകൾ. പിമ്പിരി പിമ്പിരി എന്റെ കുമ്പ വിൽക്കുമ്പ പിമ്പിരി. പിമ്പിരി പിരി പിമ്പിരി എന്റെ കുമ്പ വിൽക്കുമ്പ പിമ്പിരി. പമ്പരം നില പമ്പരം ചുറ്റും പമ്പരം വര പമ്പരം. 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 അടിപൊളി ചായ, അടിപൊളി കടി. അപ്പൊ ഇനി എല്ലാവരും നിങ്ങളുടെ സിനിമകൾ നല്ല ഹിറ്റ് ആകട്ടെ. ഏതാണ് പടത്തിന്റെ പേര്? ഇതിഹാസ. ഒരു മിനിറ്റ് പോണ്ടേ? പരിപാടിയൊക്കെ കഴിഞ്ഞു. അല്ല സൂപ്പർ മഴ ആയിരുന്നു കേട്ടോ. അല്ല നല്ല ചായ അതൊന്നും കുഴപ്പമില്ല. ഇത്ര നേരം നിങ്ങൾ പാടി അതിപ്പോ എന്താ വെച്ചാൽ പുള്ളിക്ക് കൊടുത്താൽ നമ്മൾ ഇതിനൊന്നും ആവശ്യമില്ലായിരുന്നു. ശരി ശരി അപ്പൊ ഇതിഹാസ. എന്തായാലും സംഭവം കൊള്ളാം. ഇത് എങ്ങനെ ഞാൻ പറഞ്ഞു ചായ കുടിച്ച് അവർ എന്ത് എനർജി ആയിട്ട് ഇത്രയും നേരം നല്ല പാട്ടുമൊക്കെ പാടി. എനിക്കിത് എന്താ അതിന്റെ ട്രിക്ക്? എന്താ? ട്രിക്കൊന്നുമില്ല. ബീവറേജും ബാറൊക്കെ പൂട്ടി വരുമല്ലേ? അതെ. ഈ രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ ചായക്കകത്ത് കുറച്ച് ലയിപ്പിച്ച് മിക്സ് ചെയ്തിട്ടാ കൊടുത്തേ. ഒരു സാധനം. അതുകൊണ്ടാണ് നമ്മളെ കടിഞ്ചായക്ക് ഇത്ര അഭിപ്രായം. അതെന്തായാലും എനിക്ക് ഒരു 1.5 ചായ വേണം. 1.5 ചായ അല്ലേ? അതെ. എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനാണ് ബായി.
ഒരു കുടം മാത്രം മുന്നിൽ, ഒരു കുടം മാത്രം കയ്യിൽ, കുടിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ